വോക്സ് വാഗൺ പോളോൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഇതെന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്ക് അടിക്കുന്നതാണ് കംപ്ലൈൻറ്റ്. റാക്ക് അടിക്കുന്നതിന് ഇപ്പോൾ കാണിച്ചത് എന്താ സംഭവം എന്നുള്ളത്. സ്റ്റിയറിംഗ് റാക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ റാഡ് പുറത്തോട്ട് തന്നെ റാഡാണ് സ്റ്റിയറിംഗ് റാക്ക് എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് ബോക്സിൽ തന്നെ റാക്കിൻ്റെ അവിടെ തന്നെ ഒരു ബുഷാണ് ഈ റാക്ക് ബുഷ് എന്ന് പറയുന്നത്. അത് കാലക്രമേണ തേയ്മാനം വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ തേയ്മാനം വരുമ്പോഴേക്കും ഇങ്ങനെ റാക്ക് അടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഈ റാക്ക് കിടന്ന് ഷെയ്ക്കാണത്. ഈ കാണുന്നതാണ് ഈ റാക്ക് ബുഷ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് റാക്ക് കിടന്ന് ഓടണം ഈ ബുഷിൻ്റെ അകത്ത് കിടന്നാണ്. അപ്പോൾ കാലക്രമേണ തേയ്മാനം വന്നാൽ നമ്മുടെ റോഡിൻ്റെ ഗുണമൊക്കെ കാരണം അത് ഓട്ടോമാറ്റിക്കലി കംപ്ലൈൻ്റ് ആവും. അതുപോലെ കംപ്ലൈൻ്റ് ആണ് വന്നാൽ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പിനിയൻ്റെ ബെയറിങ്, ഈ ബെയറിങ്ങും കംപ്ലൈൻറ്റ് വരാറുണ്ട്. ബെയറിംഗ് ഒക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ പഴയ റാക്കൂഷ് മാറ്റിയിട്ട് ലേത്തി കൊടുത്ത് ഇപ്പോൾ നൈലോണിൻ്റെ റാക്കൂഷ് അടിച്ചേക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ പോളോൻ്റെ ഒക്കെ ഒരു പുതിയ സ്റ്റിയറിംഗ് ബോക്സിന് ഏകദേശം എനിക്ക് ഒരു 10-12 അടുത്ത് എന്തായാലും ഉണ്ടാകും പുതിയതിന്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയെ നമുക്ക് ആകുള്ളൂ സ്റ്റിയറിംഗ് ബോക്സ് ഫുള്ള് പണിയാനൊക്കെ ഏകദേശം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.